ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. അപ്പം നമ്മൾ എന്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും, എത്ര വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ഈ ഓപ്ഷൻസ്, ഡെറിവേറ്റീവ്സ്, ഫ്യൂച്ചേഴ്സ് എന്നൊക്കെ പറയുന്നതാണ് വ്യൂവേഴ്സിനെ കുറച്ചെങ്കിലും എന്താണ് ഈ സീരിയസ് ആയിട്ടുള്ള വ്യൂവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ കാണാൻ ശ്രമിക്കുന്നതെന്ന് തോന്നാറുണ്ട്. എന്നാൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. ഹൈ റിസ്ക് ഹൈ റിട്ടേൺ കാറ്റഗറിയാണ് എപ്പോഴും ഡെറിവേറ്റീവ്സ്. അപ്പോൾ ആ ഡെറിവേറ്റീവ്സിൽ ഹൈ റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ അതിനെ താല്പര്യത്തോടെ അട്രാക്റ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പം പലയിടത്തു നിന്നുമുള്ള വീഡിയോസ് കണ്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവർ വായിച്ചറിഞ്ഞിട്ടോ ഒക്കെ അതിനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അവരൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാതെ, ഗൈഡൻസ് എടുക്കാതെ തന്നെത്താനെ ചെയ്യുമ്പോഴാണ് അതൊരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ എന്നാൽ ഓപ്ഷൻ റൈറ്റേഴ്സ് കൂടുതലും കാശുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തള്ളിമറിക്കുന്ന ആൾക്കാരും ഉണ്ടാവാറുണ്ട്. മീൻസ് ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതായത് ഞാനത് ഡെറിവേറ്റീവ്സ് ചെയ്ത് പിന്നെ റൈറ്റ്സ് പിന്നെ എന്താണ് ഓപ്ഷൻ റൈറ്റ് ചെയ്തിട്ട് ഒരുപാട് കാശുണ്ടാക്കി, എൻ്റെ പോർട്ട്ഫോളിയോ ഇതാ കണ്ടോ, അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത്ര വലിയ വണ്ടിയാണ്, പുതിയ വണ്ടി മേടിച്ചു, ഇങ്ങനെയൊക്കെ തള്ളി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവർ മറ്റുള്ളവരുടെ പൈസ വെച്ചിട്ടാണ് പലപ്പോഴും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കംപ്ലയിൻസും അങ്ങനെയുള്ള ഇൻഫ്ലുവൻസസിനെ കുറിച്ച് കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അതായത് ജെന്യുവനായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ടുള്ള റിസർച്ചിൽ ചെയ്യുക, ഗൈഡൻസ് എടുക്കേണ്ട സമയത്ത് ഗൈഡൻസ് എടുക്കുക, എന്നിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സമയത്ത് സ്റ്റോപ്പ് ലോസിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അത് നമ്മൾ ഒരു ഒരു സൈക്കോളജി മാനേജ് ചെയ്യാനായിട്ട് പഠിച്ചില്ലെങ്കിൽ ഈ ഓപ്ഷൻസിൽ നമുക്ക് വിചാരിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് ഓപ്ഷനിൽ റിപ്പീറ്റ് പറയാൻ കാര്യം, ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ്, ട്രേഡേഴ്സിൻ്റെ ഇടയിൽ താല്പര്യം, ചെയ്തില്ലെങ്കിലും അത് കേൾക്കാനൊരു താല്പര്യം പോലെ. അപ്പം ഓപ്ഷൻസിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ റിട്ടേൺസ് കിട്ടും. ഇത് അൺലിമിറ്റഡ് ഗെയിൻ, ലാഭം ഉണ്ടാക്കാൻ പറ്റും. ലിമിറ്റഡ് ലോസേ ഉള്ളൂ എന്ന് പറയാൻ പറ്റും. ലിമിറ്റഡ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ പേ ചെയ്ത പ്രീമിയം മാത്രമേ അവിടെ നഷ്ടപ്പെടുന്നുള്ളൂ. നമ്മൾ 100 രൂപ കൊടുത്ത് ഒരു കോൺട്രാക്റ്റ് മേടിച്ചു, 75 ക്വാണ്ടിറ്റിയാണ് നിഫ്റ്റിയെങ്കിൽ 7500 പേ ചെയ്തു. ഈ 7500 രൂപ വരെ മാക്സിമം നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളൂ. അതായത് 100 രൂപയുടെ പ്രീമിയം അതിങ്ങനെ മെൽറ്റ് ചെയ്ത് എക്സ്പയറി ഡേറ്റിൽ അത് നമ്മൾ വാങ്ങിയ കോൺട്രാക്റ്റ് ആ പ്രൈസിന്, ആ സ്ട്രൈക്ക് പ്രൈസിന് മുകളിലോട്ട് അല്ല മാർക്കറ്റ് നിൽക്കണമെങ്കിൽ ഇത് ഫുൾ വാല്യൂം ഡിസ്കൗണ്ട് ആയിപ്പോയി, മീൻസ് മെൽറ്റ് ചെയ്ത് പോയിട്ട് സീറോയിലെത്തും. അപ്പോൾ കോൾ റൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുട്ട് റൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഔട്ട് ഓഫ് ദ മണി OTM ചെയ്യുന്ന സമയത്താണ് കൂടുതൽ ലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ അപ്പോഴും ചില റിസ്ക് അതിനകത്തുണ്ട്, അൺലിമിറ്റഡ് റിസ്ക്കുകൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അതിൻ്റെ പുറകെ പോയിട്ട് അത് എനിക്കും അതുപോലെ ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണയിൽ പോയാൽ നമ്മുടെ ഇൻകം എന്താണ്, നമ്മുടെ സർപ്ലസ് എന്താണെന്നുള്ള മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ റിസ്ക് റിവാർഡ് ഇതൊക്കെ തീരുമാനം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന എത്രത്തോളം റിസ്ക് ഉണ്ട്, അത് എത്രത്തോളം നമുക്കൊരു നഷ്ടം സഹിക്കാൻ പറ്റും, ഇതൊക്കെ ആദ്യം മനസ്സിലാക്കി അല്ലെ തീരുമാനിച്ചിട്ട് വേണം, ഒരു ബാധ്യത ഉണ്ടാക്കി വെക്കാതെ വേണം നമ്മളിതെല്ലാം ചെയ്യാനായിട്ട്. റിവാർഡ് ഉണ്ടാക്കാനാണ് ഇറങ്ങണത്, ശരിയാണ്. അപ്പം നമ്മൾ ഏറ്റവും റിസ്ക് ഉള്ള സാധനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്നതിൽ റിസ്ക് ഉണ്ട്, വീട്ടിലിരിക്കുന്നതിൽ റിസ്ക് ഉണ്ട്, ഭക്ഷണം കഴിക്കുന്നതിൽ റിസ്ക് ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും റിസ്ക് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു റിസ്ക് തന്നെയാണ് ഇതും. പക്ഷേ നമ്മുടെ ഹാർഡ് ആൻഡ് മണിയാണ്, അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്ഷൻ വഴി റിവാർഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ അപ്പോഴും നമ്മൾ ചെയ്യേണ്ട ചില എന്താണ് ഇതിനകത്ത് ഈ സൈക്കോളജി മാനേജ് ചെയ്യാൻ വലിയ പാടാണ്. നമ്മൾ വിചാരിക്കും പോലെ പെട്ടെന്ന് ഇമോഷണൽ ട്രേഡിംഗ് ഒക്കെ വരും. ഒരു റിവെഞ്ച് ട്രേഡിങ്, അതായത് വാശിയോടെ ട്രേഡ് ചെയ്യും. ഞാൻ വിറ്റു, അപ്പോൾ കയറിപ്പോയി, എന്നാൽ പിന്നെ വാങ്ങിയേക്കാം, വാങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും ചിലപ്പോൾ വരാറുണ്ട്. അപ്പം മാർക്കറ്റിൽ നടക്കുന്ന ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പലപ്പോഴും റീറ്റെയിൽ സാധാരണ ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാനും ഗൈഡൻസ് എടുക്കാനും ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഒരു റിവാർഡ് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട സമയത്ത് എക്സിറ്റ് ചെയ്ത് തന്നെ പോകുക. അതിന് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ടൂളുകളൊക്കെ ഉണ്ട്. അതൊരിക്കലും സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് എടുത്ത് സ്റ്റോപ്പ് ലോസ് റിമൂവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ടെൻഡൻസി കാണിക്കാറുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് മേടിച്ചു, 100 രൂപയ്ക്ക് മേടിച്ച് 7500 ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോട്ട് 75 ക്വാണ്ടിറ്റിയാണ്, പിന്നെ ഓപ്ഷൻ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 10 രൂപ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് 750 രൂപ പോകും. ഓക്കെ, മതി, ഇന്നത്തെ ട്രേഡ് അവിടെ മതി, ഇനി അതിൽ കൂടുതൽ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു മിനിമം ലെവലിൽ എക്സിറ്റ് ചെയ്യുക. അതുപോലെ മുകളിലേക്ക് പോകുമ്പോൾ 20 രൂപ കിട്ടി, 1500 രൂപ ലാഭമായി, എക്സിറ്റ് ചെയ്യുക. ഒരു ലോട്ടിൽ 10 ലോട്ടാകുമ്പോഴത്തേക്ക് 15000 രൂപ കിട്ടി. പിന്നെയും ഒരു ആവശ്യത്തിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കാണ് കാശ് പോകാനുള്ള പോസിബിലിറ്റീസ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇമോഷണൽ ട്രേഡിങ് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക.
ഓപ്ഷൻസിൽ റിവാർഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ശരിയാണ്. പക്ഷേ എല്ലാവർക്കും പറ്റാറില്ല എന്നുള്ളതും മനസ്സിലാക്കുക. ഓപ്ഷൻ റൈറ്റേഴ്സ് പൈസ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിലും ചില ടെക്നിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടോ അതിനനുസരിച്ചിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക്. അപ്പോൾ ലോൺ എടുത്തിട്ടോ കടം മേടിച്ചിട്ടൊന്നും ഒരിക്കലും ഈ പരിപാടിക്ക് ഇറങ്ങരുത്. അന്നത്തെ നമ്മുടെ ഇരിക്കുന്ന സർപ്ലസ് പൈസ കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ഷോപ്പിംഗ് നടത്താം, എന്തെങ്കിലും ട്രേഡുകൾ നടത്താം, എന്ത് കാര്യങ്ങളും ചെയ്യാം. അവരവരുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്ന ആളിന് പോലും ചിലപ്പം പറഞ്ഞുതരാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്താൽ മാത്രമേ അവർക്ക് നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കുക.